ഈ അമ്മാവനുണ്ടല്ലോ CBI ചോദ്യം ചെയ്യും പോലെയാണ് അത് ഇതെന്ന്. അല്ല ഞാൻ വരുന്നതിന് മുന്നേ ക്ലീറ്റോ ചേട്ടൻ എന്തെങ്കിലും ചോദിച്ചാ? പുള്ളി ആള് നീ അവിടെ വരുമ്പോ നിന്റെ അടുത്ത് ചോദിക്കുന്നു അറിയാന്നുള്ളതാണ് ഞാൻ അവിടെ കറങ്ങി തിരിഞ്ഞത്. ആ പെട്ടെന്ന് ഞാൻ അകത്തേക്ക് ക്ഷീണമെന്ന് പറഞ്ഞ് പോകുന്നത്. പോയിട്ടുണ്ടായി. പോയിട്ട് 25 പൈസയും കിട്ടിയിട്ടുണ്ട്, 20-ൻ്റെതും കിട്ടിയിട്ടുണ്ട്, 50-ൻ്റെയും കിട്ടിയിട്ടുണ്ട്. അതിന്റെ ഒക്കെ ലക്ഷങ്ങൾ കിട്ടിയാലും ഞാൻ ഇരന്ന് വാങ്ങിച്ചതാ. അല്ല അതിന്റെ മാർക്കറ്റ് നമുക്ക് അന്വേഷിക്കാം. എന്നാലും ഡിമാൻഡ് 25-നാണ്. നമുക്ക് ആദ്യം 25-ന്റെ 25-ന് എനിക്ക് 7 എണ്ണം കിട്ടി. പിന്നെ റൊണാൾഡോ ചാച്ചൻ ഒരു 8 എണ്ണം കൂടെ ഒപ്പിച്ചിട്ടേ വരത്തുള്ളൂ പറഞ്ഞത്. ഞാൻ പറഞ്ഞു മാക്സിമം കളയ്ക്കാം. പിന്നെ ഞാൻ അൻസാറിനോടും നടരാജനോടും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു ഇങ്ങനെ പിള്ളേർക്ക് ഈ കോയിൻ കളക്ഷന് വേണ്ടിയിട്ടാണ്. അത് ഇല്ലുമോളെ നമ്മളിപ്പോ ഈ കഷ്ടപ്പെടണല്ലേ, ഈ കഷ്ടപ്പെടണ നമ്മളടുത്ത് ബെൻസ് കാറിൽ AC-യിൽ അങ്ങനെ വേലസി നമ്മൾ പോകണ്ടേ. അപ്പൊ ഇപ്പം അത് 7 8 ഞാൻ ഒരു 30 എണ്ണം കിട്ടിക്കഴിഞ്ഞാണ്ടല്ലോ ഞാൻ അപ്പം ബോംബെക്ക് വിടും. എന്റെ പൊന്നോ, അപ്പൊ 30 ലക്ഷം കിട്ടുമോ നമുക്ക്? 30 കിട്ടൂല, അതിനെ കമ്മീഷൻ മറ്റേ ഏജന്റുമാരൊക്കെ ഉണ്ടല്ലോ. എന്നാലും ഒരു 25 ലക്ഷം നമുക്ക്. 25 നമ്മൾ 3ആയിട്ടല്ലേ ഉള്ളു. കറക്റ്റ് ആണ്. അത് 25 കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീണ്ടും ഇരക്കുന്നു. വീണ്ടും നമുക്ക് 25 കിട്ടുന്നു. പിന്നെ അങ്ങനെ ഇരന്നിരുന്ന് നമ്മൾ കോടികളാവുമ്പോൾ നമ്മൾ കോടീശ്വരന്മാരാവും. കോടീശ്വരന്മാരാവും. ആയിക്കോ, സന്തോഷമുള്ള കാര്യല്ലേ? ഞങ്ങളെ ലില്ലിമോള് പറയായിരുന്നു ആ കോടീശ്വരം പരിപാടി ഉണ്ടായിരുന്നെങ്കിൽ അതിൽ പങ്കെടുക്കായിരുന്നു. കേട്ടിട്ടില്ലേ? ഒറ്റ കോയിൻ മതി ഒറ്റ ചോദ്യം മതി ജീവിതം മാറി മറിയാനെന്ന് പറഞ്ഞിട്ട്. ജീവിതം മാറി മറിഞ്ഞ് കോടീശ്വരന്മാരാകുമ്പോ നമ്മളൊക്കെ മറന്നു പോകുന്നുള്ള പേടിയുള്ളൂ നമുക്ക്. കോടീശ്വരം പരിപാടി ഇല്ലല്ലോ. എടാ നീ എന്താ വിചാരിച്ചേ ഞങ്ങളൊന്നും അറിയില്ല? എന്ത് ഞങ്ങള് വെറുതെ പോയില്ല. ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു ഒന്നുമില്ല. എന്താ ചേച്ചി? അല്ല ഈ ബോംബെയിൽ പോയിട്ട് ഈ കോയിന്റെ മത്സരമൊക്കെ നടത്തുമ്പോഴേ എന്തായാലും സംശയം ഉണ്ടെങ്കിൽ എന്നോടൊക്കെ ചോദിച്ചാൽ മതി. ഇത് ധാരാവിയിൽ വെച്ചാണോ ഈ സംഭവം നടക്കുന്നത്? അമ്മാവനെ കുറച്ച് പിടിയും പാടൊക്കെ ഉള്ള ആളാണ്, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. എന്താന്ന് പറഞ്ഞാൽ സത്യത്തില് എല്ലാം സക്സസ് ആയിട്ട് നിങ്ങളെയൊക്കെ അറിയാം. ഇനിയും കിടന്ന് ഉരുളല്ലേ? ഞങ്ങളെല്ലാം അറിഞ്ഞു രണ്ടുപേരുടെ ഉദ്ദേശം. അയ്യോ, ഇത് സാധാരണ പോലത്തെ തട്ടിപ്പല്ല. അപ്പൊ വേറെ തട്ടിപ്പാണ്. ഇത് തട്ടിപ്പേ അല്ല, ഇത് നല്ല നേരെ മാർഗം. സ്ട്രൈറ്റ്. റൊണാൾഡോ എവിടെ? എന്തേ? സ്നേഹം കൊണ്ട് ഒരു കോടീശ്വരനെ കാണാനില്ല. വേറൊന്നും അല്ല, ഇതിപ്പോ സക്സസ് ആയ നമ്മളൊക്കെ കോടീശ്വരന്മാരാണ്. അതുകൊണ്ട് പറഞ്ഞാണ് സത്യം. നല്ലതാണ്. നല്ല ഫോണുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അറിയാലോ. ഞാൻ ബോംബെയിലുണ്ടായിരുന്ന സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാൻ മറക്കരുത് കേട്ടാ. അല്ലാതെ ഇതിപ്പോ എനിക്ക് വേണ്ട, നല്ല മഴയുണ്ട്, നനയണ്ട, അകത്ത് കയറിയോ. നിനക്കുള്ളത് അവിടെ നിന്ന് കിട്ടും. ചെല്ലി ഒന്നുമല്ല. ഇതിലൊന്നും പതറരുത് കേട്ടല്ലേ. ഇതൊന്നുമല്ല. നമ്മൾ കോടീശ്വരന്മാരാവും. ആ ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടി നീ ധൈര്യമായിട്ട് നില്ല കേട്ടാ. ചെല്ലു. ഒരു കോടീശ്വര കുടുംബം കൂടെ ഇവിടെ കേരളത്തിലുണ്ടാവും. ഒറ്റെണ്ണം സമ്മതിക്കില്ല. ആ പെണ്ണിനെയും കൂടി കുരുതി കൊടുക്കും. എൻ്റെ പെങ്ങളല്ലേ അവള്. ഞാൻ മാനേജ് ചെയ്തോളാം. നന്നാവാൻ സമ്മതിക്കില്ല.